മോദി ഗവൺമെൻറ് 2014 അധികാരത്തിൽ വന്നത് മുതൽ കടുത്ത തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് നടപ്പാക്കുന്നത്. അതിലേറ്റവും ഭീകരമായ ഒരു നടപടിയാണ് തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് പുതിയ ലേബർ കോഡുകൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, കർഷകരുടെ നേരെ എടുക്കുന്ന അതിക്രമങ്ങൾ, തൊഴിലാളികളുടെ യോജിച്ച സമരങ്ങളെ ദുർബലമാക്കാൻ വ്യാപകമായ വർഗീയവൽക്കരണം, ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ തൊഴിലാളികളുടെ ഒരു ഐക്യ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ ട്രേഡ് യൂണിയനുകൾ തീരുമാനിച്ചത്. ട്രേഡ് യൂണിയനുകളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്, BMS ഒഴികെ. ഇന്ന് രാജ്യവ്യാപകമായ പണിമുടക്ക് ഇത് 14-ാമത്തെയോ 15-ാമത്തെയോ മറ്റോ 2015 ഇതുപോലെ പണിമുടക്ക് നടത്തിയിട്ടുണ്ട്. പിന്നെ പല കാരണങ്ങളാൽ ഇങ്ങനെ 2-3 വർഷം നീട്ടുന്നു മാത്രമേ ഉള്ളൂ. ദേശീയ പണിമുടക്കങ്ങൾ ഇന്ത്യയിലൊരു ചരിത്ര വിജയമാകാറുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പങ്കെടുക്കുന്ന പണിമുടക്കാണ് ഇന്ത്യയിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക്. എങ്കിലും അതാകെ തൊഴിലാളികളുടെ ഒരു ചെറിയ വിഭാഗമേ ഈ പണിമുടക്കിൽ വരുന്നുള്ളൂ എന്നൊരു ദൗർബല്യമുണ്ട്. എങ്കിലും ഈ പണിമുടക്കങ്ങൾക്ക് ചില ഫലങ്ങളുണ്ടാകുന്നുണ്ട്. ഒന്ന്, 2019 പാർലമെൻറ്റ് ലേബർ കോഡുകൾ പാസ്സാക്കിയിട്ടും ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു നിയമം പാർലമെൻറ്റോ അസംബ്ലിയോ പാസ്സാക്കി കഴിഞ്ഞാൽ അത് നടപ്പാക്കണമെങ്കിൽ അതിന് റൂൾസ് ഫ്രെയിം ചെയ്ത് നോട്ടിഫൈ ചെയ്യണം. ഇതുവരെ സെൻട്രൽ റൂൾസ് നോട്ടിഫൈ ചെയ്ത് പ്രതിഷേധത്തിൻ്റെ ശക്തി കൊണ്ടും BMSന് തന്നെ പരസ്യമായിട്ടല്ലെങ്കിലും ഈ ലേബർ കോഡിൽ ചിലതിനെ എതിർക്കേണ്ടി വന്നതുകൊണ്ടും ഗവൺമെൻറ് പ്രതിസന്ധിയിലായി. എന്നാൽ ഗവൺമെൻറ് ഈ ലേബർ കോഡുകളിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പിൻവാതിലിലൂടെ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, സർക്കാർ ഉത്തരവിലൂടെയും മറ്റ് പല നടപടികളിലൂടെയും. പക്ഷേ ആസ് എ ഹോൾ ഇതുവരെ നോട്ടിഫൈ ചെയ്ത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2024 തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ച അധികാരത്തിൽ വന്നപ്പോൾ ഏതാണ്ട് സമയം അനുയോജ്യമായി എന്നൊരു തോന്നൽ ഗവൺമെൻറ്റിനുണ്ടായി. ഗവൺമെൻറ് നടപ്പാക്കാനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. അതുകൂടി വെച്ചുകൊണ്ടാണ് ഈ ദേശീയ പണിമുടക്കിലേക്ക് പോകാൻ ട്രേഡ് യൂണിയനുകൾ തീരുമാനിച്ചത്.